മെഗാ ഭരതനാട്യം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് നോട്ടീസ് നൽകുമെന്ന സൂചന കിട്ടിയതും നർത്തകിയായ ദിവ്യ ഉണ്ണി അമേരിക്കയിലോട്ട് മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കൊച്ചി വിമാനത്താവളം വഴിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. അപ്പം ഒരുപാട് കാലമായിട്ട് അമേരിക്ക കഴിയുന്ന നടി ഭരതനാട്യം പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രമാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലാണ് ദിവ്യ ഉണ്ണി മൃദംഗ വിഷൻ സംഘാടകരെ ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്തായാലും ഈ പരിപാടിക്ക് ായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തട്ടിപ്പുണ്ട്. ഏതാണ്ട് 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നും 390 രൂപയ്ക്ക് കൊടുത്ത സാരിക്ക് 1600 രൂപ ഈടാക്കിയെന്നും അതോടൊപ്പം തന്നെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആവശ്യം വേണ്ട സുരക്ഷയോ മറ്റു കാര്യങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ദിവ്യ ഉണ്ണിയെ രക്ഷിക്കുവാനായിട്ടാണോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക രീതിയിൽ ഈ പ്രോഗ്രാമിൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പലരും അല്ലെങ്കിൽ മൃദംഗ വിഷന് ഈ സംഘടനയിലൊക്കെ ഇതുമായിട്ട് ഈ തട്ടിപ്പ് സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആ പടെ തട്ടുപൊളിഞ്ഞ 2 മേശയും 2-3 കസേരയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയും കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ നിന്ന് നിപ്പിൽ പുള്ളിക്കാർ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പെട്ടെന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില ആളുകളെ അല്ലെങ്കിൽ ഉന്നതരെ സംരക്ഷിക്കുവാനാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു രീതി അനുസരിച്ച് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഉന്നതരെ രക്ഷിക്കുവാനായിട്ട് വേണ്ടിയിട്ട് മറ്റു ചിലരെ പ്രതിയാക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതിനനുസരിച്ച് മറ്റു ചില ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ദിവ്യ ഉണ്ണിയെ പോലെ ഒരാളെ പോലീസിനെ ചാടി ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ MLA സ്റ്റേജിൽ നിന്ന് വീണു. അപ്പോൾ അവർ നേരിട്ട് ചെയ്ത ഒരു നരഹത്യയോ അല്ലെങ്കിൽ ബോധപൂർവം ചെയ്ത ഒരു അപകടമല്ല. അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. മാത്രമല്ല അവർ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റേതായ തിരക്കുകളിൽ നടക്കുന്ന സമയത്ത് ഇതിന് ദിവ്യ ഉണ്ണിക്ക് നേരിട്ട് എത്രമാത്രം പങ്കുണ്ടെന്നൊന്നും കൃത്യമായിട്ട് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല ചിലപ്പോൾ പോലീസുകാരൊക്കെ പെട്ടെന്ന് വിളിക്കുന്നു ചോദ്യം ചെയ്യലൊക്കെ വരുമ്പോൾ പ്രതീക്ഷിക്കാതെ ഇല്ലെങ്കിൽ അബോധമായിട്ടോ ഇല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ വാവിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ലീഗൽ കോംപ്ലിക്കേഷനിലേക്ക് മാറും. ഇപ്പോൾ അവർക്ക് മാറിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ വരുംവരായികൾ ഇനി കേസിൻ്റെ അടുത്ത സ്റ്റെപ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ MLA ആരോഗ്യം വീണ്ടെടുത്ത അപകട നിലയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നരഹത്യ അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ടുള്ള കേസൊന്നും വരത്തില്ല. നേരെ മറിച്ച് നമ്മുടെ ഉമാ തോമസിൻ്റെ ആയുസ് പോലെ ഇരിക്കും ഈ കേസിൻ്റെ മറ്റൊരു തലത്തിലേക്കുള്ള പോക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ MLAയെ സംബന്ധിച്ചിടത്തോളം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. ഇല്ലെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് വലിയ കോംപ്ലിക്കേഷൻ ലെവലിലേക്കൊന്നും പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞേ. കാരണം നിയമത്തെക്കുറിച്ച് അങ്ങേയറ്റം അറിവുള്ള ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ എൻ്റെ ഒരു ധാരണ വെച്ച് കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെ പോകാനാണ് സാധ്യത. മാത്രമല്ല ഇപ്പോൾ അവർ പോയി ഇപ്പോൾ കേസിൽ ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യും, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു അഡ്വക്കേറ്റിനെ സമീപിക്കാൻ പറ്റും. ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ നേരിടണം, എത്തരത്തിലുള്ള മറുപടികൾ പറയണം. ഇപ്പം ദിലീപിൻ്റെ കേസൊക്കെ നമുക്കറിയാം. സുപ്രീം കോടതിയിൽ വരെ ഇരിക്കുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള പ്രതികരണം വന്നു. അപ്പം നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിൻ്റെ സഹായം കിട്ടുക, നല്ല രീതിയിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പം ദിവ്യ ഉണ്ണിയെ ഇതിനകത്തൊരു ഘടകമാക്കിയില്ലേ, ദിവ്യ ഉണ്ണി ഇതിനകത്ത് ഇറങ്ങേണ്ട സാഹചര്യം വന്നു, അല്ലെങ്കിൽ ദിവ്യ ഉണ്ണി ഇതിനകത്ത് പ്രതിയായി മാറുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് കൃത്യമായിട്ട് അവർക്കിനി ഉള്ള നിയമസഹായങ്ങൾ ബാക്കി സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് പോകാനാണ് സാധ്യത. അപ്പം തൽക്കാലം ദിവ്യ ഉണ്ണി ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്തേക്കുന്ന മൃദംഗ വിഷൻ ഡയറക്ടർ നികോഷ്, ഭാര്യ CEO ഷമീറ, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണ്ണിമ എന്നിവർക്കെതിരെയാണ്. അതായത് വിശ്വാസവഞ്ചനയ്ക്കാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കലൂർ സ്വദേശി വിജിയുടെ പരാതിയിലാണ് കേസെടുത്തേക്കുന്നത്. പരിപാടിക്കായിട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം
ഇവരെ ഇതിനകത്ത് പറ്റിയ എല്ലാ കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ നൃത്ത അധ്യാപകർ പങ്കെടുക്കുന്നവർക്ക് 100 കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഗോൾഡ് കോയിനൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇനി 50 പേരെ പങ്കെടുപ്പിച്ചുള്ള അവർക്ക് വേറെ ഓഫറുണ്ട്. അപ്പം ഒരു പക്ഷേ ഇതിനകത്ത് ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സ്വർണത്തിനൊക്കെ മുടിഞ്ഞ വിലയാണല്ലോ അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് കിട്ടുന്നതിനും മറ്റ് ചില സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നിന്ന അധ്യാപകർ തന്നെയായിരിക്കാം കൂടുതൽ പൈസയൊക്കെ ഈടാക്കിയത്. അപ്പം 390 രൂപയുടെ സാരിക്ക് 1600 രൂപ ഈടാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പലപ്പോഴും സംഘാടകർക്ക് അറിയാവുന്ന കാര്യമൊന്നും ആയിരിക്കില്ല നടന്നത്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന ആളുകളൊക്കെ അവരുടേതായ മനോധർമ്മം പോലെ സാഹചര്യം പോലെയൊക്കെ ചിലപ്പോൾ കൂടുതൽ പിഴിഞ്ഞിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഈ നൃത്തത്തിൽ പങ്കെടുത്ത പല ആളുകൾക്കും ഗിന്നസ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട സമ്മാനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. ഇങ്ങനെ പലവിധ കാര്യങ്ങളുമായിട്ടാണ് ഇത് പോകുന്നത്. പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ദിവ്യ ഉണ്ണിയെ വേണമെങ്കിൽ പോലീസുകാർക്ക് നേരത്തെ ചോദ്യം ചെയ്യാമായിരുന്നു, സാഹചര്യമുണ്ടായിരുന്നു. അവർ അമേരിക്കയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നറിയാം. ഇല്ലെങ്കിൽ പോലീസുകാർക്ക് അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിലേക്ക് നിർദ്ദേശം കൊടുക്കാവുന്ന കാര്യമാണ്. അതൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് സേഫായിട്ട് പോകാനുള്ള എല്ലാ അവസരവും എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഈ കേസിൻ്റെ വരും വരായികൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.